പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷവും അനധികൃത കുടിയേറ്റക്കാരെ എത്തിച്ചത് കൈവിലങ്ങിട്ട് 117 യാത്രക്കാരുമായി ഇന്നലെ അമൃത്സറിൽ ഇറങ്ങിയ വിമാനത്തിലെ പുരുഷന്മാരെയാണ് കൈവിലങ്ങിട്ട് കൊണ്ടുവന്നത്. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങണിയിച്ചിരുന്നില്ല. 157 അനധികൃത കുടിയേറ്റക്കാരുമായുള്ള മൂന്നാമത്തെ സൈനിക വിമാനം ഇന്ന് രാത്രിയോടെ അമൃത്സറിൽ ഇറങ്ങും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഇന്നലെ തരൂർ പറഞ്ഞത് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തു പറയണമെന്നില്ല, ബാക്ക്ഡോറിൽ കൂടി അല്ലെങ്കിൽ പിൻവാതിൽ ചർച്ചകളിൽ പ്രധാനമന്ത്രി ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാകാം എന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വീണ്ടും കൊണ്ടുവരുന്നത് ഈ പറയുന്ന കാൽച്ചങ്ങലയും കൈവിലങ്ങും കണീച്ചാണ് ബൽറാം, അല്ലേ? ഹാഷ്മി, ആദ്യ വിമാനത്തിൽ ഇത്തരത്തിൽ കാൽവിലങ്ങുകളും കൈവിലങ്ങുകളും അണിയിച്ച് ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ പാർലമെന്റിൽ ഉൾപ്പെടെ അത് വലിയ തോതിൽ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. ആ ഘട്ടത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിനെ അറിയിച്ചത് അത് അമേരിക്കയുടെ നയമാണ് അനധികൃത കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ തിരിച്ചയക്കുന്നത് എന്നായിരുന്നു. ആ ന്യായീകരണത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചെങ്കിലും പ്രധാനമന്ത്രിയുടെ US സന്ദർശനം ഇതിനിടെയുണ്ടായ ഘട്ടത്തിൽ ഈ വിഷയം അനൗദ്യോഗികമായെങ്കിലും അറിയിക്കുമെന്നും ഇന്ത്യയുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്ക മനുഷ്യത്വപരമായി ഈ അനധികൃത കുടിയേറ്റക്കാരോട് പെരുമാറുമെന്നും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അത് തെറ്റിച്ചുകൊണ്ടാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ അമൃത്സർ വിമാനത്താവളത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയ ഈ അനധികൃത കുടിയേറ്റക്കാരിൽ പുരുഷന്മാരെയും വീണ്ടും കൈവിലങ്ങുകളും കാൽവിലങ്ങുകളും അണിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തവണ സ്ത്രീകളെ ഒഴിവാക്കി എന്നുള്ളതാണ്. 117 പേരിൽ 5 പേർ സ്ത്രീകളായിരുന്നു. ഇവർക്ക് കാൽവിലങ്ങുകളോ കൈവിലങ്ങുകളോ അണിയിച്ചിരുന്നില്ല. മറ്റ് 112 പുരുഷന്മാരെയും വിലങ്ങുകൾ അണിയിച്ചാണ് അമേരിക്ക സൈനിക വിമാനത്തിൽ അമൃത്സർ വിമാനത്താവളത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയത്. ഇതിൽ 65 പേർ പഞ്ചാബിൽ നിന്നുള്ളവരാണ്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി ഹരിയാനയിൽ നിന്നും 33 പേരും, ഗുജറാത്തിൽ നിന്ന് 8 പേരും, ഉത്തർപ്രദേശിൽ നിന്ന് 3 പേരും, ഗോവ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 2 പേർ വീതവും, ജമ്മു കശ്മീരിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്നും ഓരോരുത്തരുമാണ് ഉൾപ്പെടുന്നത്. ഇവരിൽ കഴിഞ്ഞ തവണ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ കാൽവിലങ്ങുകൾ അണിയിച്ചതായുള്ള ദൃശ്യങ്ങൾ അത് അമേരിക്കൻ ഏജൻസി തന്നെയാണ് പുറത്തുവിട്ടിരുന്നത്. അവർ പങ്കുവച്ച ദൃശ്യങ്ങളിലാണ് ഇത്തരത്തിൽ വിലങ്ങുകൾ അണിയിച്ച ഇന്ത്യക്കാരുടെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത്തരത്തിൽ യാതൊരു ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് ഇവരെ ഇത്തരത്തിൽ വിലങ്ങുകൾ അണിയിച്ചിരുന്നുവെന്നും ഇവരുടെ എണ്ണവും ഇവരുടെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പഞ്ചാബ് പോലീസാണ്. ഹാഷ്മി, ഓക്കെ. ബൽറാം നെടുങ്ങാടിയാണ് പുരുഷന്മാരെ കൈവിലങ്ങും ഈ പറഞ്ഞ അറ്റാറൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടുവന്നത്. നമ്മൾ വലിയ വേദനയും വലിയ സങ്കടവും ആ ദൃശ്യങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോയി. തരൂറൊക്കെ പറഞ്ഞത് അത് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പിൻവാതിൽ കൂടിയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാമെന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിലും കൊണ്ടുവന്നത് വീണ്ടും അതേ ഫോർമാറ്റിൽ അതേ മോഡിൽ തന്നെയാണ്. ശരിയാണ്, അനധികൃത കുടിയേറ്റം തെറ്റാണ്, രേഖകളില്ലാതെ രാജ്യത്ത് ജീവിക്കൽ തെറ്റാണ്. അതിനർത്ഥം അവരെ കൈവിലങ്ങും കാൽവിലങ്ങും ഒക്കെ അണിയിച്ച് അപമാനിച്ചു കൊണ്ടുവരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അപ്പോഴും സജീവമായി നിൽക്കുകയാണ്.